കൂട്ടുകാരെ ഇന്നലെ IPL ആദ്യം നടന്ന മത്സരത്തിൽ ചെന്നൈ ജയിച്ചു. പഞ്ചാബിനെ ഒരു തോൽപ്പിച്ചു. ടോസ് കിട്ടിയ പഞ്ചാബിന് ഒരു ബോളിംഗ് തെരഞ്ഞെടുക്കായിരുന്നു. ചെന്നൈ 20 ഓവറിൽ 167 റൺ അടിച്ചു. പക്ഷെ പഞ്ചാബിന് അത് മറികടക്കാൻ പറ്റിയില്ല. ചെന്നൈക്ക് 28 റണ്ണിന്റെ വിജയമാണ്. ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ ചെന്നൈ 3-ാം സ്ഥാനത്തായി. അവർ കളിച്ച 11 കളിയിൽ 6 കളി ജയിച്ചു, 5 കളി തോറ്റു. പഞ്ചാബ് 8-ാം സ്ഥാനത്തിന്. അവരും 11 കളി കളിച്ചു, അതിൽ 4 കളി ജയിച്ചിട്ടുള്ളൂ, 7 കളി തോറ്റിരിക്കുന്നു. ഇന്നലെ ചെന്നൈയിൽ നല്ല രീതിയിൽ കളിച്ച ജഡേജാണ്. ജഡേജ ബോളിംഗും ബാറ്റിങ്ങും നല്ല രീതിയിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് ജഡേജാണ്. ഇന്നലെ IPL രണ്ടാമത് നടന്ന മത്സരത്തിൽ KKR ജയിച്ചു. ലക്നൌവിനെ ഒരു തോൽപ്പിച്ചു. ടോസ് കിട്ടിയ ലക്നൌവിനാണ് ഒരു ബോളിംഗ് തെരഞ്ഞെടുക്കായിരുന്നു. KKR 20 ഓവറിൽ 235 റൺ അടിച്ചു. 98 റണ്ണിന്റെ വിജയം കേട്ടോ അവർക്ക്. സുനിൽ നരേന എന്നൊക്കെ നല്ലൊരു സ്റ്റാർട്ട് KKR കൊടുത്തിട്ടുണ്ടോ അന്നൊക്കെ അവർ ജയിച്ചിട്ടുണ്ട്. സുനിൽ നരേനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ KKR 1-ാം സ്ഥാനത്ത് എത്തിയിട്ടാ. അവർ കളിച്ച 11 കളിയിൽ 8 കളി ജയിച്ചു, 3 കളി തോറ്റിരിക്കുന്നു. ലക്നൌ 5-ാം സ്ഥാനത്തിന്. അവരും കളിച്ചത് 11 കളി തന്നെ. അവർ 6 കളി ജയിച്ചു, 5 കളി തോറ്റിരിക്കുന്നു. ഇന്ന് IPL മത്സരം മുംബൈയും ഹൈദരാബാദും തമ്മിൽ. ഹൈദരാബാദ് പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്തിന്. അവർ കളിച്ച 10 കളിയിൽ 6 കളി ജയിച്ചിട്ടുണ്ട്, 4 കളി തോറ്റിട്ടുള്ളൂ. മുംബൈന് 10-ാം സ്ഥാനത്തിന്. അവർ 11 കളി കളിച്ചാൽ ആകെ 3 കളി ജയിച്ചിട്ടുള്ളൂ, 8 കളി തോറ്റിരിക്കുന്നു. വൈകിട്ട് 7:00 കളി. അപ്പൊ കൂട്ടുകാരൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ആരാ ജയിക്കാന്ന്.